ഹലോ ഗായ്സ്. അപ്പം രാവിലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം 8ൻ്റെ അല്ല ഗായ്സ്, 16ൻ്റെ പണി കിട്ടിയിട്ടിരിക്കുവാണ് ഗായ്സ്. അപ്പോൾ എന്താണെന്നല്ലേ, വാ നോക്കാം. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ കുഞ്ഞി. എവിടെ കിടന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കാൽച്ചോട്ട് ഇവൻ കാണുവേ. ഇവനെ എപ്പോഴും എൻ്റെ കൂടെ കിടക്കുന്ന ഇവനാണേ. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു 2-2:30 ആയി. ആ സമയമായപ്പോഴത്തേനും വേറൊരു കണ്ടൻ പൂച്ചയുണ്ട്. അവൻ വന്ന് നമ്മുടെ ഈ അടുക്കളയുടെ ഹോളുണ്ട് അതുവഴി വന്ന് ഇവനെ കടിക്കാനായിട്ട് പിടിച്ച വഴിക്കാണ് എനിക്കിട്ട് അള്ള് കിട്ടിയത്. ഇതാണ് ഗായ്സ് ആ പൂച്ച വരുന്ന മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൂടെ കയറി ഈ ഹോളിൽ കൂടെ കയറിയിട്ടാണ് അവന് നൈസായിട്ട് ഈ ഫ്രിഡ്ജ് ചവിട്ടി ഇറങ്ങി വരുന്നത്. അപ്പം ഇതിപ്പോൾ ഇന്നലെ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ഭയങ്കര ശല്യമാണ് പൂച്ചയെ കൊണ്ട്. എന്താണെന്നറിയില്ല, ഇവനെ മാത്രമേ ഉള്ളൂ ഗായ്സ് ഈ ഉപദ്രവിക്കുന്നത്, വേറെ ഒരു പൂച്ചയോടും ഇല്ല. പൊന്നിയോടും ബുസിയോടും ഒന്നുമില്ല. പക്ഷെ ഇവനെ എവിടെ കണ്ടെന്ന് പറഞ്ഞാലും ഇട്ട് ഓടിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്യുവേ. അത് കാരണമാണ് ഇവനെ അകത്തിട്ട് ഞങ്ങൾ വളർത്തുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ ഇടാൻ പോകുന്നത് ഈ ഒരു റെഡ് കളർ ചുരിദാറാണ്. ഈ ഒരു പല്ലാസ പാൻറ്റുമാണ് ഇടുന്നത്. ഹലോ, അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒന്ന് ചെറിയൊരു സിമ്പിൾ ഒരു മേക്കപ്പ്. ഞാനൊരു എൻചാൻറ്റിൻ്റെ ഒരു പൗഡർ ഇട്ട് കൊടുക്കും. പിന്നെ ഒരു ലിപ് ബാമാണ്, ബ്ലൂ ഹെവൻ്റെ സ്ട്രോബെറി ഫ്ലേവർ ആയിട്ടുള്ളൊരു. പിന്നെ ഈ ഒരു മാല കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ ഒരു മാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു സ്റ്റോണൊക്കെ വന്ന് സിമ്പിൾ ചെയിനകത്ത് സ്റ്റോണൊക്കെ വന്നിട്ടുള്ളൊരു ചെയിന്. നല്ലല്ലേ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനത്തെ സിമ്പിൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ചേരുന്ന ഒരു ഇതാണ്, ഒരു മാല ആണിത്. പിന്നെ ഒരു പച്ച കല്ല് വരുന്നൊരു കമ്മല്, ചോപ്പിൻ്റെ കൂടെ നല്ലൊരു ചേർച്ചയാണ് പച്ച ഇയറിങ്സ്. ചെയ്ത് കൊടുക്കാം. ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി പാടാണ് തെക്കിടുന്നതുകൊണ്ട്. കാണാൻ പറ്റുന്നുണ്ട് ഒരു 2 ലെയറിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ്. ഓക്കെ, തലമുടി ഒന്ന് കെട്ടിയിട്ട് വരാം. ഫുൾ സിമ്പിളായിട്ടാണ് പുഷ് കൊടുക്കുക. സിമ്പിൾ. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്, സുന്ദരിയായില്ലേ ഞാൻ? അത്രയേ ഉള്ളൂ മേക്ക്. ഇനി നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ പറയണ്ടല്ലോ, മിക്കവാറും ഇഞ്ചക്ഷൻ എടുക്കണം. പിന്നെ ഇവിടെ തുമ്മിയൊക്കെ പേടിച്ച് വെച്ചേക്കണം, മുറിഞ്ഞ് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കണമെന്നൊക്കെ. എന്താവുന്നൊന്നും അറിയില്ല ഗൈസ്. സൂചി കണ്ട് അപ്പം തലകറങ്ങുന്ന ടീമാണ് ഞാൻ. നിങ്ങളെങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പോകാം. അപ്പം നമ്മുടെ ലാസ്റ്റ് ഒരുങ്ങി കഴിഞ്ഞുള്ള ലുക്ക് ഇതാണ്. അപ്പം നമുക്ക് നേരെ ഇനി ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഞാനും ഉമ്മയും റെഡിയായി. മൂത്ത അണ്ണച്ചി വണ്ടിയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ റോഡിൽ വന്ന് നമ്മളെ യാത്രയാക്കാനായിട്ട് നിൽക്കുവാണേ. അങ്ങനെ നമ്മൾ കോട്ടാങ്ങൽ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ഇനി അകത്ത് കയറി നമ്മൾ ചീട്ടൊക്കെ എടുക്കണം, ഡോക്ടറിനെ കാണണം, എന്നിട്ട് ഇഞ്ചക്ഷൻ പറയുവാണെങ്കിൽ അതെടുക്കണം. അപ്പം പോയിട്ട് വരാം.
അങ്ങനെ നമ്മൾ TT എടുത്തു, ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ ഗൈസ്, കണ്ണ് കണ്ടാലേ അറിയത്തില്ല, ഞാൻ കരഞ്ഞൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേനും കൈയും പൊക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് ഗൈസ്, നമ്മളെ കാണിച്ചോണ്ടേ. അപ്പോൾ നമുക്ക് എന്നാ പറ്റിയെന്നൊക്കെ ഒന്ന് ചോദിക്കാം. നീ എന്തിനാ കുഞ്ഞി എന്നെ അള്ളിയത്? സാരമില്ല, പോട്ടെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.